ഒരു പുട്ടും കറി. ഇത് വെറും പുട്ടും കറി അല്ല, ഇതാണ് റെഡി ടു മേക്ക് പുട്ടും കറി. അപ്പൊ ഇതിന്റെ പുറകിൽ കാണിച്ചിട്ട് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വാ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. ഇതിന്റെ മെഷർമെന്റ് ആണ് എല്ലാം. അപ്പൊ ഒരു കപ്പിന്റെ അത്രയും ഈ ഒരു പുട്ടും കറിയുടെ പൊടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഹാഫ് കപ്പ് നന്നായിട്ട് വെട്ടി തിളച്ച് അപ്പൊ തന്നെ ഗ്യാസിൽ നടക്കണ ചൂടുവെള്ളം ഇല്ലേ അത് ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 3 മിനിറ്റ് വരെ നമ്മൾ അടച്ചു വെക്കണം. നമ്മൾ 3 അല്ല ആക്ച്വലി 5 മിനിറ്റ് വരെ അടയ്ക്കാന്ന് വിചാരിച്ച് നന്നായിട്ട് അവിടെ ഇരുന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കുമ്പോ എന്താ പശുക്കൾക്ക് കൊടുക്കണ പിണ്ണാക്കിന്റെ ഒരു രൂപമായിരുന്നു. ബട്ട് ഗെസ് വാട്ട്, ഇതിന്റെ സ്മെല്ല് ശരിക്കും വായന്ന് വെള്ളം വരുന്ന പോലത്തെ സ്മെല്ലായിരുന്നു. മമ്മിക്ക് ഇതിന്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മി ഇവിടെ സർവൊക്കെ ചെയ്ത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഓടി. ഞാൻ എനിക്ക് വേണ്ടി കട്ടൻ ചായ എടുത്ത്, കാരണം പുട്ടും കറി ഞാൻ അതിൻ്റെ ഒപ്പം കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഹോ വേറെ ഒന്നും പറയണ്ട. അപ്പം ഞാൻ ഇത് ഇങ്ങനെ പിണ്ണാക്ക് പോലെ ഇരിക്കണതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ. ആൻഡ് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സ്പൂൺ വേണ്ട, കൈ കൊണ്ടൊന്ന് കഴിച്ചു കൊടുക്കാം, ചിലപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടിയാൽ. ആൻഡ് യെസ്, അത് വെച്ചിട്ട് ഒന്നും കൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് ഫീൽ ആയിട്ടാ. എന്നെ വെറുതെ ഒന്ന് ചെക്ക് ചെയ്താൽ ഗൈസ്. ബട്ട് താങ്ക്ഫുള്ളി തലേ ദിവസത്തെ പപ്പടം എനിക്ക് കിട്ടിയിട്ട്. അപ്പം ഞാൻ സാധാരണ പുട്ടിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാറില്ല, പക്ഷെ ഇതിൻ്റെ കൂടെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പപ്പടം കൂട്ടി കഴിച്ചപ്പോൾ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ഗെസ് ഈ ഒരു പുട്ടുപൊടിയിലെ ഹോസ്റ്റലേഴ്സിന് വേണ്ടി നല്ലൊരു സംഭവമായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.